ആളുകളൊക്കെയും ആത്മഹത്യ ചെയ്യാനൊക്കെ ആയിട്ട് അരളിക്ക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളതൊക്കെ പലർക്കൊക്കെ അറിയാവുന്ന ഒരു ഇതൊക്കെയാണ്. അപ്പം ഇത് ഭയങ്കരമായിട്ടുള്ള വിഷമാണ്. ഇങ്ങനെ ഒരു ചെടി നിങ്ങൾ വീടിന് മുറ്റത്തുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഒരു ചെടിയാണ് ഈ കാണുന്ന യൂഫോർബിയ. ഇതിന്റെ വെള്ള ഉണ്ട്, ഇതിന്റെ റെഡ് ഉണ്ട്, ഇതിന്റെയൊക്കെ പല പല വെറൈറ്റികൾ പലരൊക്കെ വീടിന്റെ ഒക്കെ മുറ്റത്ത് ഇപ്പോഴും ഇല്ലേ നിങ്ങൾ കാണുമ്പോൾ ഞെട്ടി കാണുമ്പോൾ വീട്ടിലുള്ളതൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം ഇതിന്റെ അകത്ത് ഒരു നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഇതിന്റെ ഇല അടുത്തുമ്പം ഒരു ചെറിയൊരു ചെനയുണ്ട്. അപ്പോൾ ഈ ഒരു ചെന നമ്മൾ കുട്ടികൾക്ക് കളിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അവർ ബോളൊക്കെ തട്ടി ഇതിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഇട്ടിട്ട് പിള്ളേർ കളിക്കാൻ ചെല്ലുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഇല അറിയാതെ അടന്നു പോവും. ഇതിന്റെ ഒരു ചെന പോലുള്ളത് നമ്മൾ അറിയാതെ കുട്ടികളത് ബോളൊക്കെ എടുക്കുമ്പോൾ അവരുടെ കയ്യിലാവുകയും അതുപോലെ ആ ഒരു കൈ വെച്ചിട്ട് അറിയാതെ അവർ കണ്ണ് തിരുമുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ കാഴ്ച ഒരിക്കലും തിരിച്ച് കിട്ടാത്ത രീതിയിൽ തന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതറിയാതെ തന്നെ നമ്മളാണെങ്കിലും ഇത് പരിപാലിക്കുന്ന സമയത്ത് ഇത് വെട്ടുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ഇതിന്റെ ചെന നമ്മുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ കൈ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക. കാരണം ഇതിന്റെ ഒരു ചെനയ്ക്ക് ഭയങ്കര ഒരു പശപ്പശപ്പുള്ള ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു പശയാണ്. പിന്നെ പണ്ട് നേരത്തെ പല ആളുകളും പറഞ്ഞേക്കാം ഇത് വീടുകളിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ഒക്കെ ഉണ്ടാവുന്നു. അത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇതിന്റെ അകത്തൊരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അത് ഫോർബോൾ എസ്റ്ററുകൾ എന്നറിയപ്പെടുന്ന ഒരു കെമിക്കലാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പം അത് ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലൊക്കെ ആണെന്നാണ് പലരും പല പഠനത്തിലും അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെ പല ആളുകളും ഇത് പറയാൻ കാരണം. പിന്നെ അതിലുപരി ഇത് നമ്മൾ കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അറിയാതെ പോലും ആ കൈ കണ്ണിൽ തുടയ്ക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ കാഴ്ച പോകാനായിട്ട് കാഴ്ച മങ്ങാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ചെടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ഒടിക്കുമ്പോൾ പാലുള്ള കള്ളിമുൾച്ചെടി പോലെയൊക്കെയുള്ള എല്ലാ ചെടികളിലും ഈ ഒരു ഫോർബോൾ എസ്റ്ററുകൾ എന്നറിയുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാലൊക്കെ അടങ്ങിയിരിക്കുന്ന ചില ചെടികൾ നിങ്ങൾ വീടുകളിൽ വളർത്താതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ കൈകളിലൊക്കെ മുറിവുണ്ടെങ്കിൽ ആ ഒരു കൈ വെച്ചിട്ട് ഈ ഒരു ചെടി സ്പർശിക്കാതിരിക്കുക. ആ മുറിവ് ഉള്ളിൽ കൂടെ ആ ഒരു ചെന അകത്ത് ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു ചെടിയാണ് ഈ കാണുന്നത്. CC പ്ലാന്റ് ആണിത്. ഇത് മിക്കവരുടെയൊക്കെ ഓഫീസുകളിലും അതുപോലെ നമ്മൾ വീടുകളുടെ സിറ്റൗട്ടുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നട്ട് വളർത്തുന്ന നല്ല ഭംഗിയുള്ള ഇലയോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിനധികം നമുക്ക് വളർത്താനൊക്കെ ആയിട്ട് അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നല്ല ഭംഗി തന്നെ ഇതിങ്ങനെ ചട്ടിയിൽ നല്ല ഭംഗിയായിട്ടുള്ള ലീഫ്, നല്ല തിളക്കമുള്ള ലീഫൊക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് ഒക്കെ അറിയാതെ തന്നെ മുറിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടിലെ ലീഫിലൊക്കെ കാൽസ്യം ഓക്സലേറ്റ് എന്നറിയപ്പെടുന്ന ഒരു പോയിസൺ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതായിട്ട് ഇടപഴകുന്നുണ്ടെങ്കിൽ വായിലിട്ട് കഴിക്കുകയോ അതുപോലെ കുട്ടികൾ ഇതിൻ്റെ ഇല പറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മമാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ വളർത്തുന്ന ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഡിഫൻബാച്ചിയ ഡംകെയിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ ഒരു നീളം പോലെ ഇത് കാടുകളിലൊക്കെ ഇതിന്റെയൊക്കെ പല വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഇത് കാടുകളിലുള്ളതാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ പല വെറൈറ്റീസ് ആണ് നമ്മൾ വീടുകളിലൊക്കെ ഇതുപോലെ നിൽക്കുന്ന ചെടികൾ. അപ്പോൾ ഇതിന്റെയൊക്കെ ലീഫ് മൃഗങ്ങളൊക്കെ കടിക്കുവാണെങ്കിൽ, ഇത് കാടുകളിലൊക്കെ നിൽക്കുന്ന ടൈമിലൊക്കെ മൃഗങ്ങളൊക്കെ ഇതിന്റെയൊക്കെ ലീഫ് കടിക്കുവാണെങ്കിൽ വായിന്ന് ഇങ്ങനെയൊക്കെ നൂരാൻ പതയൊക്കെ വന്നിട്ട് അത് പെട്ടെന്ന് ഒരു 18-15 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു മൃഗം ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ചെടികളൊക്കെ അറിയാത്ത കീറി വായിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തേക്ക് നമുക്ക് നമ്മുടെ വാ അടഞ്ഞു പോയിട്ട് സംസാരശേഷി ഇങ്ങനെ സ്തംഭിച്ചു പോകുന്ന ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെടികൾ നിങ്ങളൊക്കെ വീടുകളിലൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളിടത്ത് നിന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ് ഈ കാണുന്ന ഒരു പച്ചയിലൊക്കെ വെള്ള കുത്തൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഇത് കാടുകളിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി അത് നീക്കം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ചെടി ഇതിൻ്റെയൊക്കെ ലീഫ് കീറുന്നതൊക്കെ വഴി ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലടിച്ചാൽ മതി ബോധക്ഷയം അതുപോലെ ഛർദിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പനി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളോടത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഈ ഒരു ചെടികളൊക്കെ നിങ്ങളുടെയൊക്കെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് ചെടിച്ചട്ടിയിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടുത്തൊരു ചെടിയാണ് ഈ കാണുന്നത്. സേവോബാം എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് ഒരുപാട് മുറ്റമൊക്കെ ഉള്ള ആളുകളൊക്കെയും ഇത് പൂന്തോട്ടങ്ങളിലൊക്കെയും ഏതെങ്കിലും ഒരു മൂലയിൽ പന പോലെയൊക്കെ നട്ട് വളർത്തുന്ന ഒരു ചെടിയാണ്. ഇത് ഒരുപാട് പൊക്കം വയ്ക്കത്തില്ല. ഇതിന്ന് കുറുകി ഇങ്ങനെ ചെറിയൊരു പന പോലെ വരുന്നത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ബോൾ പോലുള്ളൊരു ഉപ്പ് പോലെ വരാറുണ്ട്. ഇതിൻ്റെ ലീഫ് കുട്ടികൾ ഒരു കാരണവശാലും കീറാനോ വായിൽ വെക്കാനോ പാടില്ല. കാരണം ഇതിൻ്റെ ലീഫ് കീറി കുട്ടികൾ ആരെങ്കിലുമൊക്കെ അത് വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വരാനും എത്രയും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാനും ചാൻസ് കൂടുതലുള്ള ഒരു ചെടിയാണ് ഈ കാണുന്നത്. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ കാടുകളിലൊക്കെ നിൽക്കുന്ന ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലീഫിൻ്റെ ഒക്കെ ഭംഗി കണ്ടിട്ട് പല ആളുകളും ഇപ്പോൾ പൂന്തോട്ടങ്ങളിലേക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ പൂന്തോട്ടങ്ങൾ
സ്ഥലങ്ങളിലേക്ക് ഈ സേവോഭാമം എടുത്ത് വെച്ചേക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നശിപ്പിച്ച് കളയുക. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആട്, പശു, അതുപോലെ ഈ പൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ലീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കിഡ്നി അടിച്ച് പോയിട്ടായിരിക്കും തട്ടിപ്പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള ചെടി വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റുക കേട്ടോ. പിന്നെ അടുത്ത ഒരു ചെടിയാണ് ഈ കാണുന്നത്, സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് സപ്പോനിറ്റോക്സിൻ എന്ന ഒരു വിഷപദാർത്ഥം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ ഇതിൻ്റെ ഒക്കെ ചെറിയ തണ്ടൊക്കെ മുറിച്ച് നമ്മൾ വേറെ മാറ്റി വയ്ക്കാൻ നോക്കുന്നൊക്കെ ഉള്ള സമയത്താണെങ്കിലും, അതുപോലെ ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലീഫ് കീറി കറിയാത്തൊക്കെ ഒന്ന് വായിൽ വയ്ക്കാനൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വയറിളക്കം, ഛർദി, അതുപോലെ ഡയറിയ പോലുള്ളൊക്കെ ഉള്ള അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല പൂച്ച, പട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ബോധക്ഷയമൊക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ടും അതിന് ജീവന് തന്നെ ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെടി ഇതിൽ അടങ്ങിയിരിക്കുന്ന സപ്പോനിറ്റോക്സിൻ എന്നത് നല്ലൊരു വിഷപദാർത്ഥം തന്നെയാണ്. അതുകൊണ്ട് ആരും വില കൽപ്പിക്കാതെ തമാശയായിട്ട് എടുക്കാതെ തന്നെ ഇത് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. പക്ഷെ അത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടികളുടെ കൈ എത്താത്തോടത്തിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ മാറ്റി വെക്കാം കേട്ടോ. പിന്നെയൊക്കെ നമ്മളൊക്കെ വീട്ടിൽ താലോലിച്ച് വളർത്തുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് അല്ലേ. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റിൽ റാഫൈഡ്സ് എന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികളെ ഇതിൻ്റെ ലീഫ് പറിക്കാനൊക്കെ ആയിട്ടും, അതുപോലെ നമ്മളൊക്കെ ആണെങ്കിലും ഇത് പറിച്ചൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഉള്ള ടൈമിലൊക്കെ നമ്മുടെ ഒരു കയ്യിലൊക്കെ ഭാഗത്ത് ഇതിൻ്റെ ഒരു ചെന പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വയറിളക്കം, അതുപോലെ ഛർദി, അതുപോലെ നമുക്ക് സ്കിന്നിലെ ഇറിറ്റേഷൻ ഒക്കെ പോലുള്ള ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് അപകടകാരി അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഇതിനകത്ത് ചെറിയ രീതിയിലൊക്കെ ഉള്ളത് വിഷാംശം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പറിക്കാൻ നേരത്തെ അറിയാതെ പോലും കണ്ണിലൊക്കെ കൈ കൊണ്ടിട്ട് ഇത് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൽ പെട്ടെന്ന് കണ്ണ് ചുമന്ന് തുടുക്കാനൊക്കെ ആയിട്ടും, അതുപോലെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനായിട്ടും ചാൻസ് ഏറെയാണ് കേട്ടോ. അപ്പം കുട്ടികളൊക്കെ ഉള്ളിടത്തിൽ ഇത് പറിച്ചിട്ട് കുട്ടികൾ വായിലിടാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. ചെറിയുള്ളത് ഈ താളുവർഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് നമ്മൾ കാട്ടിലൊക്കെ നല്ല ഭംഗിയും കണ്ടുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ കൊടുന്ന് ചട്ടിയിൽ വയ്ക്കാറുണ്ട്. ഈ ഒരു ചെടി ഒരിക്കലും നിങ്ങൾ വീട്ടിലേക്ക് കൊടുന്ന് വയ്ക്കരുത്. ശ്വാസമുട്ടൊക്കെ ഉള്ള ആളുകൾക്ക് ശ്വാസതടസ്സം വരാനൊക്കെ ആയിട്ടും ഇതിൻ്റെ കിഴങ്ങുകൾ നമ്മൾ കയ്യിലൊക്കെ എടുക്കുന്നത് വഴി നമുക്ക് ശ്വാസതടസ്സം, അതുപോലെ ഛർദി പോലെയൊക്കെ ഉള്ള ഇത് വരാനൊക്കെ ആയിട്ടും വളരെ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് മണി പ്ലാന്റിന്റെ വർഗത്തിൽ തന്നെ പെട്ട തന്നെയാണ് കട്ട് ലീഫ് ഫിലോഡാൻഡ്രൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ആളുകളൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ വയ്ക്കുന്നതാണ്. ഇതിന്റെ രണ്ട് രീതിയിലൊക്കെ ഉള്ളതുണ്ട്. ഇത് മണി പ്ലാന്റ് പോലെ ഭിത്തികളിൽ ഇങ്ങനെ പടർന്ന് കയറുന്ന ഒരു ചെടി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ മണി പ്ലാന്റ് വർഗ്ഗം ആയതുകൊണ്ട് തന്നെ മണി പ്ലാന്റിൽ അടങ്ങിയിരിക്കുന്ന അതേ വിഷപദാർത്ഥം തന്നെ ഈ കാൽസ്യം ഓക്സൈഡ്, അതുപോലെ റാഫൈഡ്സ് എന്ന ഒരു വിഷപദാർത്ഥം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വീട്ടുകളിലൊക്കെ ചട്ടിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ പോയി പറിച്ചാൽ, അതുപോലെ വായിൽ കിട്ടാലും ഇത് വായിൽ പൊള്ളലേൽക്കാനും, അതുപോലെ തൊണ്ടയിലൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാനും നീര് വരാനൊക്കെ ആയിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം കുട്ടികളൊക്കെ ഉള്ളിടത്തിൽ ഇതുപോലൊക്കെയുള്ള ഈ കാണുന്ന ഈ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ, ഈ ഒരു മണി പ്ലാന്റിന്റെ വർഗ്ഗത്തിൽപ്പെട്ട ഇതുപോലൊക്കെയുള്ള ചെടികളും താളവർഗ്ഗത്തിൽപ്പെട്ട ചെടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികളത് പറിക്കാതെ കൈ എത്താത്തോടത്തിൽ മാറ്റി വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ല കേട്ടോ. പിന്നെ ഉള്ളത് പീസ് ലില്ലിയാണ്. പീസ് ലില്ലിയിലും കാൽസ്യം ഓക്സലേറ്റ് എന്നറിയപ്പെടുന്ന ഒരു ആൽക്കലൈൻ പോയിസൺ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ പൂക്കളൊക്കെ പറിച്ച് വെട്ടിയൊക്കെ എടുക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അത് വെട്ടിയെടുക്കുന്ന ടൈമിൽ കൈയൊക്കെ നന്നായിട്ട് കഴുകാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ കാണുന്നതും ലില്ലിയുടെ ഒക്കെ തന്നെ ഒരു വേറൊരു വർഗ്ഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ലീഫുകൾ, നീളം ലീഫിൽ നിന്നൊക്കെ ഇങ്ങനെ തണ്ട് നീളത്തിൽ വന്നിട്ട് റോസ് പൂക്കളും വെള്ള പൂക്കളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിന്റെയൊക്കെ ലീഫ് പൂച്ച ഒക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ പൂച്ചകൾ ഇതിന്റെയൊക്കെ ലീഫ് കഴിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പൂച്ചകൾ ഇതിൻ്റെയൊക്കെ ലീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മരണം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പൂച്ചയൊക്കെ ഉള്ള വീടുകളിലൊക്കെയാണ് മാറ്റി വയ്ക്കുക. അടുത്ത് ഈ കാണുന്നത് ഇംഗ്ലീഷ് ഐവി എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയിൽ നമ്മളൊക്കെ സിറ്റൗട്ടുകളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പടർന്നു കയറുന്ന ചെടിയാണ് ഇംഗ്ലീഷ് ഐവി. ഇത് പറിക്കുന്നത് വഴി ഇതിൻ്റെ നമ്മൾ തൊലിപ്പുറമൊക്കെ പാടുകൾ വീഴാനൊക്കെ ആയിട്ടും, അതുപോലെ നമുക്ക് തൊണ്ടയിലെ എരിച്ചിൽ, അതുപോലെ ശ്വാസമുട്ടൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഒരു ചെറി പോലെയുള്ള ഒരു പടം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കുട്ടികളൊക്കെ ആണെങ്കിലും അറിയാതെ പോലും ആ ഭംഗി കണ്ട് എടുത്ത് വായിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തൊണ്ടയ്ക്കൊക്കെ പൊള്ളലേൽക്കാനൊക്കെ ആയിട്ടും, അതുപോലെ എരിച്ചിൽ പുകച്ചിൽ ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെയുള്ള ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നശിപ്പിച്ച് കളയുന്നതായിരിക്കും കൂടുതൽ നല്ല കേട്ടോ. പിന്നെയുള്ളത് കുന്നിക്കുരുവാണ് കേട്ടോ. ഈ ഒരു കാണുന്ന കുന്നിക്കുരു മിക്കവരൊക്കെ വീട്ടിലൊക്കെ പറമ്പിലൊക്കെ ഇതുപോലെ മരങ്ങളിലൊക്കെ ഇങ്ങനെ പടർന്നു കയറുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പയറ് പോലെയുള്ള ഒരു ഇതിനകത്ത് ഇതിങ്ങനെ വരുന്നതാണ് ഈ കാണുന്ന കുന്നിക്കുരു. നല്ല ഭംഗിയുള്ള റെഡും അതുപോലെ ബ്ലാക്കും ആയിട്ടുള്ള കുഞ്ഞ് ബോൾസ് ആയിട്ട് നമുക്ക് കാണാം, മഞ്ചാടിക്കുരു പോലെ തന്നെ. അപ്പോൾ ഇത് ഒരിക്കലും കുട്ടികൾ വാലിട്ട് കഴിക്കാനോ വിഴുങ്ങാനോ പാടില്ല. ഇതിനകത്ത് ഉള്ളത് സൈനൈഡാണ്. അപ്പം ഒരു അരളിയുടെ അകത്തുള്ള ഒരു പോലെ തന്നെയുള്ള അതിൻ്റെ സൈനൈഡാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മരണം സംഭവിക്കാൻ പറ്റുന്ന ഒരു കായാണ് ഈ കാണുന്നത്. അപ്പം ഇത്തരം ചെടികളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കുട്ടികളൊക്കെ ഉള്ളിടത്തു നിന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിൽ മുറ്റത്തൊക്കെ നമ്മൾ നട്ട് പരിപാലിക്കുന്ന വിഷച്ചെടികളൊക്കെയാണിത്. അപ്പം ഇതുപോലൊക്കെയുള്ള അറിയാതെ പോലും വായിലിട്ട് ചവച്ചിട്ട് ഇതുപോലെ ഒരു
ഒരു അനുഭവം ഇനിയിപ്പോൾ ആർക്കും ഒരു കുട്ടികൾക്കും ഉണ്ടാവാതിരിക്കട്ടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചെടികളെ കുറിച്ചിട്ട് നിങ്ങളെ വീട്ടിലൊക്കെ വളർത്തുന്ന സസ്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ അറിഞ്ഞ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.